ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെയാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉപയോഗിച്ച് ചെയ്യണമെന്നൊന്നുമില്ല, മിക്സിയിൽ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം മുട്ട നമ്മൾ ബീറ്റ് ചെയ്തതിലേക്ക് നമുക്ക് ആ പഞ്ചസാര പൊടിച്ചത് കൂടി ചേർക്കാം. ഇനി വീണ്ടും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത്തിരി ബലമൊന്നും കൊടുക്കണ്ട, അതൊക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് ഓറഞ്ച് നീരും കൂടി ഒഴിക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ഓറഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് നമുക്കൊന്ന് ഒഴിച്ച്, ഒത്തിരി ലൂസായി പോകരുത്, അതോടെ ശ്രദ്ധിച്ചോണം. ഇത്രയും മതി. 1 കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ഇട്ടൊന്ന് യോജിപ്പിക്കാം. ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എണ്ണയൊക്കെ ഞാൻ തൂത്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് പൊടിയും കൂടെ മൈദയും കൂടെ ഇട്ട് വെതറിയിട്ട് നമുക്ക് വേണേൽ ചെയ്യാം. അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ വേണേലും വെക്കാം. ഞാനിപ്പോൾ അതിൻ്റെ അകത്തൊന്നും വെച്ചിട്ടില്ല. ബട്ടർ പേപ്പർ വെക്കുന്നത് നല്ലതായിരിക്കും, കാരണം അടിയിലൊന്നും ഒട്ടി പിടിക്കുകയില്ല. അല്ലെങ്കിൽ കുറച്ച് മൈദയും കൂടെ എണ്ണ തേച്ചതിന് ശേഷം അതിലേക്കിട്ടൊന്ന് വെതറി എല്ലായിടത്തും ആക്കിയെടുക്കണം. നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഒരു 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. 160 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 50 മിനിറ്റാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ കുക്കറിൽ വെച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ചരുവത്തിലോ ഉരുളിയിലോ ഒക്കെ വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇത് ഓവനിൽ വെക്കുന്ന പോലെ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്. അപ്പം നിങ്ങളെല്ലാവരും ടൂട്ടി ഫ്രൂട്ടി കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക.